നമസ്കാരം. ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിക് ഡാറ്റയാണ് ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ഡാറ്റ. ഡിസംബർ മാസത്തെ CPI ഇൻഫ്ലേഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന ലെവലിലാണ്. അതേസമയം കഴിഞ്ഞ 2 മാസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അതായത് നവംബർ ഒക്ടോബർ മാസങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഫ്ലേഷൻ ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ ഇൻഫ്ലേഷൻ 1.33%, മാർക്കറ്റ് പ്രതീക്ഷിച്ചത് 1.56% ഇൻഫ്ലേഷനാണ്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള ഇൻഫ്ലേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നവംബർ മാസത്തിലെ ഇൻഫ്ലേഷൻ 0.71%, ഒക്ടോബർ മാസത്തിലെ ഇൻഫ്ലേഷൻ 0.25%. കൂടാതെ ആർ ബി ഐയുടെ ലോവർ ലിമിറ്റിനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഇൻഫ്ലേഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം CPI ഇൻഫ്ലേഷൻ ഉയർന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാന കാരണം ഫുഡ് ഇൻഫ്ലേഷനിലുണ്ടായിരിക്കുന്ന വർധനവാണ്. എഗ്ഗ്, മീറ്റ് ആൻഡ് ഫിഷ്, വെജിറ്റബിൾസ്, ഓയിൽ ആൻഡ് ഫാറ്റ്, പൾസസ് എന്നിവയുടെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവ് ഫുഡ് ഇൻഫ്ലേഷൻ ഉയരുന്നതിനും അതുവഴി CPI ഇൻഫ്ലേഷൻ ഉയരുന്നതിനും പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചു. പക്ഷേ മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാളും താഴ്ന്ന ലെവലിലുള്ള ഇൻഫ്ലേഷൻ മാർക്കറ്റിന് അനുകൂലമായ ഒരു ഘടകമായി വിലയിരുത്താവുന്നതാണ്. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും TCS, HCL Tech തുടങ്ങിയ സ്റ്റോക്കുകൾ. TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. സ്റ്റോക്ക് 3243 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 14% ഇടിഞ്ഞു എന്നതാണ്. കഴിഞ്ഞ വർഷം ക്വാർട്ടർ 3ൽ 12,380 കോടിയുടെ പ്രോഫിറ്റ് ആയിരുന്നു. അതിപ്പോൾ 10,657 കോടിയായി ഇടിഞ്ഞു. ഇവിടെ പ്രോഫിറ്റ് ഇടിയുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം ന്യൂ ലേബർ ലാബ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഇതുവഴി കമ്പനിക്ക് 2,128 കോടി രൂപയുടെ ബാധ്യതയുണ്ടാവുകയും 1,010 കോടി രൂപയെ പ്രൊവിഷൻ എമൗണ്ടാക്കി നീക്കി വെക്കേണ്ടതായിട്ടും വന്നു. അതുകൊണ്ടാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 5% വർദ്ധിച്ച് 63,973 കോടിയിൽ നിന്നും 67,087 കോടിയിലേക്കെത്തി. കൂടാതെ റവന്യൂ ഇൻ ടേംസ് ഓഫ് കോൺസ്റ്റന്റ് കറൻസി 2.6% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 0.8% വർധനവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തും കമ്പനിയിൽ മൊമെൻറ്റം കൊണ്ടുവരുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള ഒരു കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് അല്ല കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് ഇൻകം ഇയർ ഓൺ ഇയറിൽ 15,687 കോടിയിൽ നിന്നും 16,889 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 24.5% നിന്നും 25.2% കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് സെക്ടറിൽ കമ്പനി മികച്ച പെർഫോമൻസ് നടത്തി. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ AI സർവീസിൽ നിന്നുള്ള റവന്യൂ 17.3% വർദ്ധിച്ച് $1.8 ബില്യൺ ഉയരുകയും ചെയ്തു. ഇനി ഗ്ലോബൽ മാർക്കറ്റിലും ഡൊമസ്റ്റിക് മാർക്കറ്റിലും കമ്പനി ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നോർത്ത് അമേരിക്കയിൽ 1.3%, ലാറ്റിൻ അമേരിക്കയിൽ 1.4%, ഏഷ്യ പസഫിക് റീജിയനിൽ 3.5% വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ IT സർവീസസിലെ തന്നെ BFSI സെഗ്മെൻറ്റിൽ 1.6% വളർച്ചയും, ഹെൽത്ത് കെയർ ആൻഡ് എനർജി റിസോഴ്സസ് സെക്ടറിൽ 2.2% വളർച്ചയും, കൺസ്യൂമർ ബിസിനസ് സെഗ്മെൻറ്റിൽ 2.7% വളർച്ചയും കമ്പനി കൈവരിച്ചിട്ടുണ്ട്. കമ്പനിയുടെ അട്രീഷൻ റേറ്റ് 13.4% രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നെക്സ്റ്റ് ജനറേഷൻ ടാലൻറ്റ് പൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഫ്രഷ് ഗ്രാജുവേറ്റ്സിൻ്റെ ഇൻടേക്ക് ഉയർത്തുകയും ചെയ്തു. 11 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻറ്റും 46 രൂപയുടെ ഡിവിഡൻറ്റും കമ്പനി പ്രഖ്യാപിച്ചു. ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജനുവരി 17 പേ ഔട്ട് ഡേറ്റ് ഫെബ്രുവരി 3 TCSൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഗ്രോത്ത് വലിയ രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല. അതേസമയം മൊമെൻറ്റം നിലനിർത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് കമ്പനി നടത്തിയിരിക്കുന്നത്. പ്രോഫിറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം ഓൺ ടൈം ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലേബർ ലോയാണ്. ഇത് ഒട്ടുമിക്ക അല്ലെങ്കിൽ ഇതെല്ലാ കമ്പനികളിലും പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നാളെ TCS എന്ന സ്റ്റോക്കിൽ ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. രണ്ടാമത്തേത് HCL Tech. TCSനേക്കാളും മികച്ച രീതിയിലുള്ള വളർച്ച HCL Techൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രകടമാണ്. HCL Techൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ന്യൂ ലേബർ ലാബ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മൂലം ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും കമ്പനിയുടെ എബിറ്റയിലും റവന്യൂവിലും വർധനവ് കാണാൻ സാധിക്കും. റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യുകയും ചെയ്തു. റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 6%, ഇയർ ഓൺ ഇയറിൽ 13.3% വർദ്ധിച്ച് 33,872 കോടിയിലേക്കെത്തി.
ക്വാർട്ടർ ടു ക്വാർട്ടർ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ 4.2% ഉയരുകയും ചെയ്തു. ഇവിടെ റവന്യൂ ഉയർന്നിട്ടും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 4,591 കോടിയിൽ നിന്നും 4,076 കോടിയിലേക്ക് ഏകദേശം 12% ഇടിഞ്ഞു. അതിന് പിന്നിലെ പ്രധാന കാരണം ന്യൂ ലേബർ കോഡിന് വേണ്ടി പ്രൊവിഷൻ എമൗണ്ട് കമ്പനി നീക്കിവെച്ചത് മൂലമാണ്. കൂടാതെ കമ്പനിയുടെ എബിറ്റ 8% വർദ്ധിച്ച് 6,285 കോടിയായി ഉയരുകയും ചെയ്തു. ഓവറാൾ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 4.2% കോൺസ്റ്റന്റ് കറൻസിയും ഓപ്പറേറ്റിംഗ് മാർജിൻ 18.6% ഉയർന്നത് ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെയാണ്. കൂടാതെ കമ്പനിക്ക് ലഭിക്കുന്ന ഓർഡറുകൾ അല്ലെങ്കിൽ ഡീലിൽ 43% വർധനവും ഉണ്ടായിട്ടുണ്ട്. $473 മില്യൺ ടോട്ടൽ കോൺട്രാക്റ്റ് ഡീലുകളാണ് ഈ ക്വാർട്ടറിൽ കമ്പനി സൈൻ ചെയ്തത്. ഇത് കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 17%, കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 43.5%. BFSI സെഗ്മെൻറ്റിൽ 21% വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട്. ടെക്നോളജി സർവീസ് സെഗ്മെൻറ്റിൽ 14.2%, മാനുഫാക്ചറിംഗ് സെക്ടറിൽ 8.8% വളർച്ച കമ്പനി കൈവരിച്ചു. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം 12 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻറ്റും കമ്പനി പ്രഖ്യാപിച്ചു. ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജനുവരി 16 തീയതിയാണ്. പേയ്മെൻറ്റ് ഡേറ്റ് ജനുവരി 27. ഇവിടെ HCL ടെക്കിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് മികച്ചതാണ് എന്നുള്ളത് മൂലം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ HCL ടെക്കിൻ്റെ എക്സ്പെക്റ്റഡ് ഗ്രോത്ത് 4 മുതൽ 4.5% ആയിരുന്നു. സർവീസ് സെഗ്മെൻറ്റിൽ നിന്നുള്ള വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ഗ്രോത്ത് ഗൈഡൻസ് 4.75% നിന്നും 5.25% ഉയർത്തുകയും മാർജിനിൽ 17 മുതൽ 18% പ്രൊജക്ഷൻ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ HCL പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 1750 സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 1500 സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്